ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പനീർ മസാല റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ ഇതേ സവാളയുണ്ട്. സവാളയുടെ റേറ്റ് ഇപ്പോൾ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് സവാള നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. സവാള ചേർത്തേ പറ്റൂ, അതുകൊണ്ട് ചേർക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം നോക്കിയിട്ട് വരാം എങ്ങനെയാണ് ഈ പനീർ മസാല തയ്യാറാക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ ഗീയും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഗീ മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇനി രണ്ടും ഇല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഓയിലും ഗീയും കൂടെ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഞാനിവിടെ 2 ബേ ലീഫ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു കഷ്ണം പട്ട ചതച്ചതും 2 ഏലക്കായ ചതച്ചതും 4 ഗ്രാമ്പൂ ചതച്ചതും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. രണ്ടും ചതച്ചിട്ടാണ് ചേർക്കുന്നത്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് സവാള ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതൊരു മസാല റെസിപ്പിയാണ്. ഇതിൽ സവാള നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ സവാളക്കൊക്കെ നല്ല റേറ്റാണ്. ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തതാണ്. അപ്പോൾ ആ വലിയ സവാള ചേർത്ത് കൊടുക്കാം. അതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതേ സവാളയുടെ കളറൊക്കെ മാറി സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പം മഞ്ഞൾപ്പൊടി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു ഓയിലിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മഞ്ഞൾപ്പൊടി മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കി ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് കുറവായിരിക്കും, പക്ഷെ നല്ല കളറായിരിക്കും. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടുന്നത് ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതാണിത്. ജീരകപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പൊടികളുടെ ഒക്കെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു കാര്യം ചേർക്കാനുണ്ട്. നമ്മുടെ കറിക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്, കറി കുറച്ച് കട്ടിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കടലമാവ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ കടലമാവിന് പകരം വേണമെങ്കിൽ മൈദ ചേർക്കാം, ഇല്ലെങ്കിൽ കാഷ്നട്ട് പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കാം. എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ കടലമാവ് നമുക്ക് ഈ മസാലയുടെ കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി വിതറിയിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. പൊടികളും മല്ലിയിലും ഒക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം, അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം.
മസാല നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പനീറാണിത്. ഏകദേശം 200 ഗ്രാമോളം ഉണ്ടാവും. അപ്പോൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് നമുക്ക് പനീർ ക്യൂബ്സ് ഓരോന്നായിട്ട് മസാലയിൽ ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്തിയുടൻ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പനീറും മസാലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പനീർ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പും എരിവൊക്കെ നോക്കാം. എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില വിതറാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പനീർ മസാല റെഡി. അപ്പോൾ എന്നെപ്പോലെ പനീർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്